ഇതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അർത്ഥം നോക്കാം നമുക്ക്. രാജാധിപത്യം യാതൊരുവൻ്റെ കൈവശമാണോ അവൻ നന്മ ഏറിയവനാകുന്നു, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമത്രേ. നമുക്കറിയാം ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ അർത്ഥം ഓരോ ആയത്തിൻ്റെ അർത്ഥം ഇങ്ങനെ നോക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അറിവുകൾ കിട്ടും. നമ്മൾ ജീവിതം ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കും ഈ അർത്ഥം നോക്കി പഠിച്ച് അർത്ഥം ജീവിതത്തിലേക്ക് പറത്തി കൊണ്ടുവന്നാൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്തിൻ്റെ അർത്ഥം നോക്കാം. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മളിൽ നല്ല പ്രവൃത്തി, നമ്മൾ എന്താ പറയുക, ഏറ്റവും നന്നായി പ്രവർത്തിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കാണ്ട് ജീവിക്കുന്നത് ആരാണെന്ന് പരീക്ഷണം ചെയ്യേണ്ടത്. പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്താക്കി മരണവും ജീവിതം എന്താ പറയുക സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അവനെന്താ ഭയങ്കര പൊറുക്കുന്നവനാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് നമ്മൾ തെറ്റ് ചെയ്തിട്ട് പൊറുക്കലിന് തേടിയപ്പോൾ അവന് തേടിയാൽ നമ്മൾക്ക് എന്താ പുറത്ത് കിട്ടും. എത്ര തിന്മയുണ്ടെങ്കിലും ശിർക്കല്ലാത്ത അള്ളാഹുവിൽ പങ്കുചേർക്കാത്തെല്ലാം അള്ളാഹ് നമുക്ക് പുറത്ത് തരും. അപ്പം അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നെ നമ്മളെന്തിനാ ഖുർആൻ നമുക്ക് ഒരു അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് ഒരക്ഷരത്തിന് ഖുർആൻ ഓതുമ്പോൾ ഒരക്ഷരത്തിന് എത്ര പ്രതിഫലം? 10 പ്രതിഫലം. മാഷാ അല്ലാഹ്. അപ്പം ഒരു ഹർഫിന് 10 പ്രതിഫലമാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോൾ ആ ഓരോ ആയത്തിൽ എത്ര ഹർഫുകൾ ഉണ്ടാവും? അത്രയും 10 ഇങ്ങനെ 10 കൂടി വരും അല്ലേ. അപ്പം അത്രയും പ്രതിഫലം ലഭിക്കും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എത്ര പ്രതിഫലം ലഭിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആൻ നമ്മളിങ്ങനെ ഓതി പഠിച്ചാൽ നമുക്ക് എന്താക്കും? ഖുർആൻ നമുക്ക് പരലോകത്ത് എന്താക്കും? ശുപാർശയായിട്ട് വരും, ഷഫാത്ത് തേടി വരും. നമുക്ക് അള്ളാഹു പുറത്ത് തരുന്നത് വരെ നമുക്ക് വേണ്ടി ഇങ്ങനെ തേടും ഖുർആൻ. അപ്പം അത്രയും ഗുണമുള്ളൊരു കാര്യമാണ് ഖുർആൻ പഠിക്കുക, ഖുർആൻ മനസ്സിലാക്കി ഓതുക. അപ്പം ഖുർആൻ വെറുതെ ഓതണ്ട, നമ്മൾ അർത്ഥറിഞ്ഞ് അത് ഇങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഓതിയാൽ നമ്മളെ ജീവിതത്തിലൊക്കെ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മൾ ഇന്നെടുത്ത ഈ ഭാഗങ്ങൾ